ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള വഴികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 3-4 ഭാഗങ്ങളിലായി ഭൂതബാധയെക്കുറിച്ചും ഭൂതഗ്രസ്തരിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഈ ലക്ഷണങ്ങളെക്കുറിച്ചും ബാധയെക്കുറിച്ചും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ അതിൽ നിന്ന് ഒരു വിമോചനം പ്രാപിക്കാമെന്നുള്ളതും, വിടുതൽ കിട്ടിയവർക്ക് ആ വിടുതലുകൾ പല സമയങ്ങളിലും അനുഭവിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയാത്ത ചില സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള ഉത്തരവും ദൈവവചനത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് നമുക്ക് യഥാർത്ഥമായ ഒരു ദൈവിക വിടുതൽ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഭൂതബാധിതരെ അല്ലെങ്കിൽ ഭൂതഗ്രസ്തരെ ഒരു രോഗികളെ പോലെ കണ്ടിട്ട് അവർക്ക് സൗഖ്യം നൽകി. അതായത് ഇതിനെ ഒരു ചെറിയൊരു കാര്യമായിട്ടല്ല, അവർക്ക് കർത്താവ് സൗഖ്യം നൽകി കൊടുത്തു. അപ്പോൾ ഭൂതത്തെ പുറത്താക്കി ഭൂതബാധിതർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. രോഗികളെ സൗഖ്യമാക്കി രോഗത്തിൽ നിന്ന് ചിലർക്ക് കർത്താവ് വിടുതൽ കൊടുത്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായ മേഖലകളിൽ സമ്പൂർണമായ ഒരു വിടുതലാണ് കർത്താവ് നൽകി തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് വളരെ സംതൃപ്തരായി സന്തോഷത്തോടെ കർത്താവിന് കൊള്ളാവുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തന് കർത്താവ് സൗഖ്യം നൽകി കൊടുത്തതിന് ശേഷം ആ വ്യക്തി ദക്കപ്പലി നാട്ടിൽ ഒരു മിഷനറിയായി തീർന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്നത്. ഏതെല്ലാം വഴികളിലൂടെയാണ് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ഭൂതബാധകളിൽ നിന്ന് നമുക്ക് വിമോചനം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്? വളരെ വേഗത്തിൽ ഒരു 3 കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ദൈവാശ്രയവും. ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഇത് മുഴുവനും നിലനിൽക്കുന്നത്. കാരണം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഇതിൻ്റെ അകത്തൊക്കെ മറഞ്ഞു കിടക്കുന്ന ധാരാളം ആത്മീക മർമ്മങ്ങളുണ്ട്. അത് വചനത്തിലൂടെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കർത്താവ് നമുക്കതിനുള്ള കൃപ നൽകട്ടെ. ഈ ദിവസങ്ങളിലെ ദൈവവചന ശുശ്രൂഷകളൊക്കെ ധാരാളം പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളായി മാറ്റപ്പെടുന്നുവെന്നറിയുന്നു. ഈ തിരുവചന സന്ദേശത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എന്ന് വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, ഈ ഭൂതങ്ങളെ പുറത്താക്കൽ അല്ലെങ്കിൽ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ നമ്മൾ ഏറ്റവും വേദപുസ്തകത്തിൽ ശക്തമായി കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്താണ്. ആ സമയത്ത് കർത്താവ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ വിവിധങ്ങളായ ആരോപണങ്ങൾ തനിക്ക് നേരിട്ടിരുന്നു. ഞാനിത് പറയാനായിട്ടുള്ള കാരണം, നമ്മൾ കർത്താവ് ചെയ്ത ഒരു ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് ചില ആളുകൾ യേശുവിനോട് പറയുകയാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയത്സബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 22 ആ ഒരു ഭാഗങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അവിടെ കുരുടനും അതുപോലെ തന്നെ ഊമനുമായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവനെ ആ ഒരു ഭൂതത്തെ പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി സംസാരിക്കാൻ തുടങ്ങി. ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടി. അന്നേരം അവിടെയുള്ള ആൾക്കാർ പറയുകയാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയത്സബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അന്നേരം യേശു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തി. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയട്ടെ,
ശരിക്കും ഈ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ഒരു വിടുതലിൻ ശുശ്രൂഷ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണല്ലോ ഇത് നടക്കുന്നതെന്ന് പാസ്റ്റർ ആദ്യം പറഞ്ഞു, ഇപ്പം തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ ശരിക്കും യേശുവിൻ്റെ ആ ഒരു ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വളരെ പ്രകടമായിരുന്നു, അല്ലെങ്കിൽ അത് വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവ് ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാനായിട്ട് കഴിയില്ല. സിമ്പിളായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ വിലയേറിയ കുറച്ച് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പിടിച്ചു കെട്ടി എന്നെ ബന്ധിക്കണം, അല്ലെങ്കിൽ എന്നെ എന്നെ പിടിച്ചു കെട്ടിയതിന് ശേഷം മാത്രമേ എൻ്റെ വീട്ടിലുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് അപഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് എടുക്കാനായിട്ട് പറ്റില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ഇവിടെ ബലവാൻ എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ്, അല്ലെങ്കിൽ ഈ ഭൂതാത്മാക്കളാണ്. അപ്പം അതിനെ യേശു പിടിച്ചു കെട്ടി സൗഖ്യം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ അരികിൽ വന്നെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അവിടെ ശരിക്കും ഭൂതങ്ങളുടെ തലവനായ ബെയത്സബൂലിനെ കൊണ്ട് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യന് നേരെ പറയുന്ന വാക്കുകൾ ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ദൂഷണം ക്ഷമിക്കുകയില്ല. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭൂതങ്ങളുടെ തലവനായ ബെയത്സബൂലിനെ കൊണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ചെയ്ത പ്രവൃത്തിക്ക് നേരെയുള്ള ഒരു ആരോപണമായതുകൊണ്ട് തന്നെ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഒരു വലിയ വാക്കുകളായി അല്ലെങ്കിൽ ആരോപണങ്ങളായിട്ടാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമത്തെ ദൈവിക വിടുതലിനുള്ള പടി എന്ന് പറയുന്നത് യേശുവിനെ അംഗീകരിക്കുക, യേശുവിൽ ആശ്രയിക്കുക, യേശു കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക. രണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ചേർന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തിക്ക് വിധേയരായി തീരുക എന്നുള്ളതാണ്. ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു പക്ഷേ ദൈവിക വിടുതലുകൾ പ്രാപിച്ച് ആ വിടുതലുകൾ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകാം. അവർക്കുള്ള ഉത്തരം ഞാൻ അടുത്ത ദിവസങ്ങളിൽ നൽകിത്തരാം. കാരണം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടിട്ട് പോകുമ്പോൾ തിരിച്ചൊരു വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ആ വീട് ഒഴിഞ്ഞതായി കാണുന്നു. എംറ്റി എന്നൊരു പറയുന്ന ഒരു പദമാണ്. അപ്പം അതും ഈ ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ നിറവിലുള്ള ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് ചേർത്ത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈ ഒരു പ്രവൃത്തി ജീവിതത്തിൽ ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, ആത്മനിറവിൻ ജീവിതത്തിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് മുൻപോട്ട് പോകാത്ത വ്യക്തികൾ വീണ്ടും പാപം ചെയ്ത് ദൈവകൃപയിൽ നിന്ന് അകന്നുപോയാൽ വീണ്ടും പഴയകാല ബന്ധനങ്ങളിലേക്ക്, പാപത്തിലേക്ക്, പൈശാചിക അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതിനെ അനുസരിക്കുകയും കീഴടങ്ങുകയും വിധേയപ്പെടുകയും അതിനനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആശ്രയവും അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും നമുക്കുണ്ടാകണം. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഈ ഒരു ഈ ഒരു ഭൂതബാധകളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിന് മാത്രമേ നമ്മളെ വിടുവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് രണ്ടാമത്തേത്. അപ്പോൾ ഒന്ന്, യേശു ക്രിസ്തുവിലുള്ള ആശ്രയവും വിശ്വാസവുമാണ് ആധാരമായിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവിക വിടുതലിനായിട്ടുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെ പ്രസ്താവിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കർത്താവ് വാക്കുകൾ കൊണ്ടാണ് ദുരാത്മാക്കളെ പുറത്താക്കിയത്. അവൻ വാക്കുകൾ കൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സൗഖ്യം നൽകി എന്നൊക്കെ വചനത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ
ആ ഒരു ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഈ ഒരു അധികാരം, ഈ ഒരു അതോറിറ്റി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി കൊടുക്കുന്നു. അവരെ അയക്കുമ്പോൾ ഭൂതങ്ങളുടെ മേലുള്ള ഒരു അധികാരം, വ്യാധികളെ പൊറുപ്പിക്കുവാനുള്ള അധികാരം അവർക്ക് നൽകി കൊടുത്തു എന്നുള്ളതാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, നിങ്ങൾക്കൊരു ദോഷവും ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് ഈ ഒരു അധികാരം കൈമാറ്റം ചെയ്ത് നൽകുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിന് കാരണം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ ഒരു വിസ്തൃതിക്ക് വേണ്ടി തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് ഈ ഒരു അധികാരം ആവശ്യമായിരുന്നത് കൊണ്ടാണ് ഈ ഒരു അധികാരം അവർക്ക് നൽകിയത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുക, യേശുവിൻ്റെ നാമത്തെ ഡിക്ലെയർ ചെയ്യുക. വേറെ ഏതെങ്കിലും ദൈവദാസന്റെ പേരോ ആത്മീയ നേതാവിന്റെ പേര് പറഞ്ഞാലോ ഒന്നും ഭൂതങ്ങൾ പോകത്തില്ല, ഭൂതങ്ങൾ ഇറങ്ങത്തുമില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തെ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ ആ നാമത്തിൻ്റെ അകത്ത് ഒരു വിടുതലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ നാമത്തെ ജീവിതത്തിൽ പ്രസ്താവിക്കുക. കാരണം ഈ ഭൂതങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത് പുറത്തു പോകുന്നത്. കാരണം യേശുവിൻ്റെ നാമത്തിനാണ് പ്രത്യേകതയുള്ളത്. കാരണം അവിടുത്തെ നാമത്തിങ്കലാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാലുകൾ മടങ്ങുന്നതെന്നുള്ളത് നമ്മൾ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അതിനോട് ചേർന്ന് തന്നെ ഞാൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഒരു അധികാരം നൽകി കൊടുത്തു എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ആത്മീക ശുശ്രൂഷകൾ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാർ അതെ കൈവെക്കുമ്പോൾ, അവർ പ്രാർത്ഥിക്കുമ്പോൾ, ആ ഒരു ആത്മീക അധികാരമുള്ള ദൈവകൃപയുള്ള കർത്താവിൻ്റെ ദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, ആ ശുശ്രൂഷകൾ ഉള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് സൗഖ്യമുണ്ടാകും, ആ ഒരു വിഷയത്തിൽ വിടുതലുണ്ടാകും, പൈശാചിക ബന്ധനങ്ങൾ അഴിയപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോസ്തലനായ പൗലോസ് പോലും വെളിച്ചപ്പാടത്തിക്കാരിയായ സ്ത്രീയോട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവളെ വിട്ടുപോകുവാൻ കൽപ്പിച്ചപ്പോൾ ആ ഭൂതാത്മാവ് അവളിൽ നിന്ന് വിട്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അതേ അനുഭവിക്കുന്നവരാണെങ്കിൽ, ഇതുവരെയും ദൈവവചനം അനുസരിച്ചിട്ടില്ലാത്തവരോ ദൈവകൽപ്പനകൾ അനുസരിച്ചിട്ടില്ലാത്തവരോ ദീർഘനാളുകളായി ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രയാസപ്പെടുകയോ ചെയ്യുന്നവരാണെങ്കിൽ ഞാനൊരു സജഷൻ പറയുകയാണ്. നന്നായി ഇത്തരത്തിലുള്ള ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നവരായി ദൈവദാസന്മാർ പലയിടങ്ങളിലുണ്ട്. അവരെ നിങ്ങൾ അതെ കണ്ടെത്തുക, അവിടെ പോവുക. നിങ്ങൾ എന്താ പറയുന്നത്, ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. പിന്നെ ഞാൻ ആരെയും ഇവിടോട്ട് വരാനായിട്ട് വിളിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആളെ കൂട്ടാനുള്ള ഒരു പരിപാടിയല്ല. കാരണം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും പിന്നെ പുള്ളിയുടെ ഉദ്ദേശം വേറെയാണെന്നുള്ളതാണ്. ദയവായിട്ട് ദൈവത്തിന് സ്തോത്രം, എന്നെ ഇതിൻ്റെ അകത്ത് വലിച്ചിടരുത്. ഞാൻ പറയുകയാണ്, അബദ്ധങ്ങളൊന്നും പറ്റരുത്. നല്ല ദൈവദാസന്മാരുള്ള, പ്രാർത്ഥിക്കുന്ന, ദൈവകൃപയുള്ള, ഉപവസിക്കുന്ന, ആത്മാർത്ഥമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാൽ, അതെ ഈ പണം ചോദിക്കുന്നവരുണ്ട്, ദയവ് ചെയ്ത് അതിനെയൊക്കെ വളരെ വിവേചിച്ച് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ. അബദ്ധത്തിൽ പോയി ചാടരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതെ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുക, കൂട്ടായ്മകളിലേക്ക് പോവുക. ദൈവത്തിന് സ്തോത്രം. എന്തിനേറെ പറയുന്നു, ഒരു പേരും ഒരു പ്രശസ്തിയും ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരുകൾ പോലും കൽപ്പിക്കുന്നിടത്ത് ഭൂതങ്ങൾ വിട്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പേരിലോ പ്രശസ്തിയിലോ ഒന്നുമല്ല, ഇത് കർത്താവിൻ്റെ നാമത്തിലാണ്. പിന്നെ അത് ചെയ്യുന്നവൻ വിശ്വസ്തയോടെ ആ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് ഒന്നത്. രണ്ടാമത്തേത്, ഒരിക്കൽ വിടുതൽ പ്രാപിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ആ വിടുതൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവിക വിശുദ്ധിയിലും വചനാടിസ്ഥാനത്തിലുള്ള മാനസാന്തരത്തിലും ഓരോ ദിവസവും മുൻപോട്ട് പോകേണ്ടുന്നത് ഏറ്റവും അനിവാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ജീവിതത്തിൻ്റെ അകത്ത് ഉപയോഗിക്കുക, അതിനെ പ്രസ്താവിക്കുക, അതിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, ആ നാമത്തെ വായി കൊണ്ട് ഏറ്റുപറയുക. ഈ നാവിൽ ഒരു അധികാരമുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. നാവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മെസ്സേജുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതാണ് രണ്ടാമത്തെ കാര്യം. അടുത്തത് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതിനെ തരണം ചെയ്യുവാനായിട്ടുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവുമാണ്. ഇത്തരത്തിൽ ഭൂതാത്മാവ് ബാധിച്ച ഒരു കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം, അതിന്റെ മാതാപിതാക്കൾ യേശുവിന്റെ അരികിലേക്ക് വന്നൊരു ഭാഗം വേദപുസ്തകത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ അരികിലേക്കാണ് ആദ്യം കൊണ്ടുവന്നത്. ഒരാത്മാവ് ഏകജാതനായ മോനെ പിടിച്ചിട്ട് അവനെ അതിട്ട് ദണ്ണിപ്പിക്കുകയാണ്. ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അവര് ശിഷ്യന്മാരുടെ അരികിലേക്കാണ് കൊണ്ടുവന്നത്. ശിഷ്യന്മാർക്ക് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവ് അതിനെ പുറത്താക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ പുറത്താക്കാൻ കഴിയാതെ പോയത്? അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അല്പവിശ്വാസികളെ, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയോ? അവിടെ കൊണ്ട് തീരുകയല്ല. ഒന്ന്, വിശ്വാസം ആവശ്യമാണ്. രണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. പൈശാചികമായ തന്ത്രങ്ങളെ ജയിപ്പാനായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ വഴി ഉപവാസമാണ്, പ്രാർത്ഥനയാണ്. നിരന്തരമായ പ്രാർത്ഥനകൾ അതിനാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് വിടുതൽ കിട്ടാതിരുന്ന ധാരാളം ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉപവാസവും പ്രാർത്ഥനയും ആ വിഷയങ്ങൾക്ക് മറുപടി നൽകി തന്നു. നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ ഇന്ന് പകലിൽ ഒരു വിശുദ്ധ വിവാഹ ശുശ്രൂഷ നടന്നു. കൃപയാൽ എനിക്കത് നടത്താൻ ദൈവം സഹായിച്ചു. ഒരു സഹോദരനാണ്, നമ്മുടെ ചർച്ചിലെ തന്നെ ഒരു ബ്രദറാണ്. അദ്ദേഹം വല്ലാത്ത സാഹചര്യത്തിൽ ദീർഘനാളുകളായി കഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. തൻ്റെ വിവാഹം നടക്കുന്നില്ല. താന് വളരെ ആത്മീക വെളിപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, ഇതൊരു സമൂഹ മാധ്യമമാണല്ലോ. രാത്രികളിൽ, സ്വപ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വപ്നങ്ങളിലൂടെ ദൈവം അദ്ദേഹത്തെ കാണിക്കുമായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ വിട്ടു മാറി തൻ്റെ കുടുംബത്തിലേക്ക് ആഞ്ഞടിച്ചു. ഉയർന്ന നിലയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്, തകർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ വന്നു. എന്നാൽ കർത്താവിങ്കലേക്ക് വന്ന് ദൈവകൽപ്പനകൾ അനുസരിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനായിട്ട് വന്നു. പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങൾ നേരത്തെ മുതൽ തൊട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് സഡൻലി അതിന് മറുപടി കിട്ടിയില്ല. ദീർഘനാളുകളായി, മാസത്തിൽ 1-2 ദിവസങ്ങൾ ചർച്ചായിട്ട് അവരുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. ആത്മീക അധികാരമുള്ള ദൈവദാസന്മാരെ പലരെയും കൊണ്ടുവന്നു. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ തൻ്റെ വിവാഹം നടക്കുന്നതായിട്ടൊരു ദർശനം ദൈവാത്മാവ് എന്നെ കാണിച്ചു. അന്നു മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല ദൈവദാസന്മാരിലൂടെയും ദൈവം ഇറങ്ങി. കൃപയാൽ ദൈവം തനിക്ക് വേണ്ടി ആ ഒരു വിഷയത്തിനകത്ത് മറുപടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. അപ്പോൾ ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചില വിഷയങ്ങളിൽ ദീർഘനാളുകളിലെ ചില പ്രാർത്ഥനകളും ഉപവാസവും ആവശ്യമാണ്. കാരണം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാനായിട്ട് കഴിയുകയില്ല. അപ്പം ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിരന്തരമായി നാം മുൻപോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ ഈ വിഷയത്തിൽ ദൈവം മറുപടി അയക്കും. അതുകൊണ്ട് മറുപടി കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത്. പ്രാർത്ഥിക്കുക. പൂർണ്ണമായ ഉപവാസം എടുക്കാനായിട്ട് പറ്റില്ലെങ്കിൽ ചിലർ പറയും ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും ഉപവസിക്കരുതെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പോകട്ടെ. പക്ഷേ ഞാൻ അങ്ങനെ ഉപവസിക്കാറുന്നത് കുറവാണെങ്കിലും ചർച്ചിലെ ചില വിഷയങ്ങൾ ഞാൻ പറയട്ടെ. ഇങ്ങനെയൊക്കെ കല്യാണങ്ങളൊക്കെ ദീർഘനാളുകളായി നടക്കാതിരിക്കും. നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൃപയാൽ ഉപവാസം എടുക്കരുതെന്ന് പറയുന്നവരോട് തന്നെ ഞാൻ പറയാം, ആ എടുത്ത ഉപവാസം ദൈവം അനുഗ്രഹമാക്കി തീർത്തു. എന്നെ പല വിഷയങ്ങൾക്കായിട്ട് വിളിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവർ വിചാരിക്കുന്നത് റെൻസൺ ബാസ്റ്ററെ ഒന്ന് വിളിച്ച് അദ്ദേഹം ഒറ്റയടിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ചില കാര്യങ്ങളിൽ സൗഖ്യമുണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ച ധാരാളം കാര്യങ്ങൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പലരും ഞങ്ങളെ തന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതൊരു മനുഷ്യൻ്റെയും കൈകളിലുള്ള ഒരു കാര്യമല്ല. ചിലത് സഡൻലി നടക്കത്തുമില്ല. അതിനകത്തൊരു പേഷ്യൻസ് ആവശ്യമാണ്. ദൈവത്തിനൊരു സമയം ആവശ്യമാണ്. കാരണം ഓരോരുത്തരുടെ വിഷയങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ ഭയങ്കരമാണ്. പിശാചിന് ആ വ്യക്തികളെ വിട്ടുപോകാതിരിക്കാൻ തക്കവണ്ണമുള്ള ന്യായമായ പല കാരണങ്ങൾ അവിടെ ഉണ്ടാകും. അതിനെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് കാഴ്ചപ്പാടുകൾ മാറി ശുദ്ധീകരണത്തിലേക്ക് വന്ന് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് വന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക നിലവാരത്തിലേക്ക് എത്തുമ്പോൾ ആ വിഷയത്തിൽ മറുപടി ഉണ്ടാകും. നമ്മൾ പല സമയത്തും ദൈവം എന്താണ് ചെയ്യാത്തതെന്നൊക്കെ നമ്മൾ പല സമയത്ത് ചോദിക്കും. ദൈവത്തിന് ഒരു സമയമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മോള് എന്നോട് ചോദിച്ചു, യേശുപ്പച്ചന് നാണമില്ലേ?
ഞാനത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ല. 6 വയസ്സുള്ള എൻ്റെ കുഞ്ഞാണ്. ഞാൻ ചോദിച്ചു, ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞ, മോനെ നീ എന്തോ അങ്ങനെ പറയുന്നത്? പപ്പ, നമ്മൾ എത്ര നാളായിട്ട് ഒരു വീടിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, നമ്മളെ ദൈവം അതെല്ലാം കാണിച്ചിട്ടുണ്ട്, പക്ഷെ എന്താ തരാത്തേ? അപ്പൊ ആ കുഞ്ഞ് ചിന്തിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് നാണമില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയില്ല. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇതുവരെ ദൈവം പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും തരാൻ വിശ്വസ്തനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനൊരു സമയമുണ്ട്. അവിടെ നമ്മളെ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. സ്ഥിരതയോടെ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്, അതടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ആമേൻ. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവകൃപയെ അനുഭവിച്ച് ആത്മീകവും ശാരീരികവും ഭൗതികമായ എല്ലാ മേഖലകളിലും കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ആമേൻ.